السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തും. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ ഫർള് നിസ്കാരമല്ലാതെ മറ്റൊരു നിസ്കാരമല്ല എന്നുള്ളത്. ഇഖാമത്ത് വിളിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു നിസ്കാരം തുടങ്ങാൻ പാടില്ല, സുന്നത്തോ മറ്റെന്തെന്നെ ആയാലും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദാ ഉഖീമത്തിസ് സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഇഖാമത്ത് ഫർള് നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു നിസ്കാരം അവിടെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. മാലിക് ഇബ്നു ബുഹൈന റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു. അയാളുടെ പേര് അബ്ദുല്ലാഹിബ്നു ബുഹൈന എന്നാണ് എന്ന് പറയപ്പെടുന്നത്. വഖദ് ഉഖീമത്തിസ് സ്വലാത്ത്, ഇഖാമത്ത് വിളിക്കപ്പെട്ടിട്ടും അയാൾ യുസല്ലി റക്അത്തൈൻ, അയാൾ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ഫലമ്മൻ സറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പള്ളിയിൽ നിന്ന് വിരമിച്ചു പോയപ്പോ ലാസ ബിഹിന്നാസ്, പറഞ്ഞ ജനങ്ങൾ മുഴുവൻ ഇയാളുടെ ചുറ്റും കൂടിയിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നൊക്കെ അയാളോട് അന്വേഷിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചിട്ട് എന്ത് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി പറഞ്ഞത് അസ്സുബ്ഹു അർബഅൻ, സുബ്ഹ് നിസ്കാരം 4 റക്അത്താണോ എന്ന് ചോദിച്ചു. പറഞ്ഞാല് സുബ്ഹ് 2 ഉള്ളൂ, അതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം തുടങ്ങിയ പിന്നെ വേറെ നിസ്കരിക്കാൻ പാടില്ല എന്ന് അവിടുന്ന് പറയാം. ഇതാണ് അതിൽ മറ്റൊന്നുള്ളത്. വേറൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്ത് നിസ്കാരം തീർന്നാല്, നമ്മൾ പള്ളിയിൽ വരുന്ന സമയത്തിൽ ജമാഅത്ത് തീർന്നിട്ടുണ്ട്, എന്നാ പിന്നെ വേറൊരു ജമാഅത്ത് നടത്താൻ പറ്റുമോ എന്ന് ചില ആളുകൾക്കിടയിലുള്ള ഒരു വസ്വാസുള്ളതാണ്. ജമാഅത്ത് കഴിഞ്ഞു, ഇനി പിന്നെ വേറെ ജമാഅത്തില്ല, ഒറ്റ ജമാഅത്തെ പള്ളിയിലുള്ളൂ. അങ്ങനെ വൈകി വന്നാല് ഒന്നിലധികം ജമാഅത്ത് ഒരു നിസ്കാരം ഒരു പള്ളിയിൽ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതില് ജഅദ് അബി ഉസ്മാൻ അദ്ദേഹം പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബനീ റിഫാ ഗോത്രത്തിന്റെ അവിടെ വെച്ച് നമസ്കരിക്കുകയുണ്ടായി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. ആ സന്ദർഭത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ഏകദേശം 10-20ഓളം വരുന്ന യുവാക്കളുമായിട്ട് പള്ളിയിൽ വന്നു. എന്നിട്ട് അവര് ചോദിച്ചു, അസ്വല്ലൈത്തും, നിങ്ങൾ നിസ്കരിച്ചോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞു, നിസ്കരിച്ചു. ആ സന്ദർഭത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോട് ബാങ്ക് വിളിക്കാൻ കൽപ്പിക്കുകയും ഇഖാമത്ത് വിളിക്കാനും പറഞ്ഞു. അങ്ങനെ ബാങ്കും ഇഖാമത്തും വിളിച്ചു. സുമ്മ തഖദ്ദമ ഫസല്ല ബിഹിം, എന്നിട്ട് അവർക്ക് ഇമാമായിട്ട് അദ്ദേഹം നിസ്കരിച്ചു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഇർവാഉൽ ഖലീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, ഒരു ജമാഅത്ത് കഴിഞ്ഞാലും ഒന്നിലധികം വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണം. അതോടെ നമ്മുടെ പള്ളിയിൽ ജമാഅത്ത് നടന്ന് പിന്തി വന്ന ആളുകൾ, മസ്ബൂക്കിങ്ങളായ ആളുകൾ ചിലപ്പോൾ ബാക്കിയുള്ള നിസ്കരിക്കുമ്പോൾ അവരെ പോയി തോണ്ടി അല്ലെങ്കിൽ അവരെ അടുത്തുപോയി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം വേറെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ വേറെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണം. നിസ്കരിക്കുന്ന ആളെ പോയി തോണ്ടല്ലോ. അപ്പൊ അത് പിന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നത് കണ്ടു. ഒരു പള്ളിയിൽ വന്നിട്ട് ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അലാ റജുലുൻ യതസദ്ദഖു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിയെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഉടനെ അവിടെ ചോദിച്ചു, അലാ റജുലുൻ യതസദ്ദഖു അലാ ഹാദാ ഫയുസല്ലി മഅഹു. ഇദ്ദേഹത്തിന് കൂടെ നിസ്കരിച്ചുകൊണ്ട് അയാൾക്കൊരു ധർമ്മം ചെയ്യാൻ, ഒരു പ്രതിഫലം നൽകാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? നിസ്കാരം കഴിഞ്ഞ ആൾ തന്നെയാണ്, പക്ഷെ അയാൾ നിസ്കരിച്ചിട്ടില്ല, അയാൾ ഒറ്റക്ക് നിസ്കരിക്കണ്ടേ. അപ്പൊ കൂടെ ആരെങ്കിലും നിന്നു കൊടുത്തിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് അവിടെ ചോദിക്കാൻ. അങ്ങനെ ചെയ്തൂടെ എന്ന് ഇമാം അബൂദാവൂദ് ധരിക്കുന്ന ഹദീസാണ്. അതിൽ തന്നെ വരുന്നുണ്ട്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഇതേ ഹദീസിൽ തന്നെ വരുന്നുണ്ട്, അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് അയാൾക്ക് ജമാഅത്തിന് കൂടിക്കൊടുത്തു. അപ്പൊ ഒറ്റക്കൊരാൾ വരികയാണെങ്കിൽ അയാളെ സഹായിക്കാണ്, ഒരു സദഖ കൊടുക്കുന്ന പോലെയാണത്. അലാ റജുലുൻ യതസദ്ദഖു എന്ന് ചോദിച്ചു. അപ്പോ അയാളെ നിന്ന് സഹായിക്കാതെ കൂടെ നിസ്കരിക്കും. ഇവിടെ 2 വിഷയങ്ങളാണ്. ഒന്ന്, ഫർള് നിസ്കാരം കഴിഞ്ഞ ആൾക്ക് വേറെ ആൾക്ക് വേണ്ടി അയാളുടെ കൂടെ നിന്ന് നിസ്കരിക്കാം, അത് അയാൾക്ക് സുന്നത്തായിരിക്കും. രണ്ടാമത്, ഒറ്റക്കൊരാളെ നിസ്കരിക്കുമ്പോൾ അയാളെ സഹായിക്കുന്നതിന് വലിയ പുണ്യമുണ്ട്. മൂന്നാമത്, ഒരു ജമാഅത്ത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെയും അവരെന്ത് ചെയ്യാണ്, വേറെ ജമാഅത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പള്ളിയിൽ ജമാഅത്ത് തീർന്നാലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ വേറെയും ജമാഅത്ത് നടത്തുന്നതിന് വിരോധമില്ല. പിന്നൊന്ന്, പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ
ഇമാം ഏത് അവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ ഇമാമിനെ പിന്തുടരാൻ വേണ്ടത്. ഇപ്പൊ ഇമാം റുക്കോയിലോ സുജൂദിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഇമാമിനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് വേണ്ടത്. ചിലരെന്ത് ഇമാമിന് എഴുന്നേറ്റ് വരട്ടെ, ഈ റക്കാത്തിന് എനിക്ക് എന്തായാലും കിട്ടൂലല്ലോ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ആവശ്യമല്ല. നമ്മളൊരു സുജൂദ് ഇമാമിന്റെ കൂടെ ചെയ്യുമ്പോൾ അതിന്റെ കൂലി നമുക്ക് കിട്ടും. അപ്പൊ അതാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതാ അഹദുകുമുസ്സലാ, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കാൻ വന്നാൽ വൽ ഇമാമു അലാ ഹാലിൻ, ഇമാമു ഒരവസ്ഥയിലാണ്, ഇമാം റുക്കൂയിലോ സുജൂദിലോ ഏതെങ്കിലും അവസ്ഥയിലാണെങ്കിൽ ഫൽ യസ്ന കമാ യസ്നഉൽ ഇമാം, ഇമാം എന്താണോ ചെയ്യണത് അതുപോലെ നിങ്ങളും ചെയ്യുക. ഇമാം റുക്കൂയിലാണെങ്കിൽ റുക്കൂക്ക് പോവുക, സുജൂദിലാണെങ്കിൽ അല്ലെങ്കിൽ ഇമാം ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 തക്ബീർ ചൊല്ലണം. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, നമ്മൾ നിന്നുകൊണ്ട് ശരിക്കും നിന്ന് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ഇഹ്റാം വേണം. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇമാമ് റുക്കൂയിലാണെങ്കിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റുക്കൂയിലേക്ക് പോകണം. അതാണ് സുന്നത്ത്. അതല്ലെങ്കിൽ പിന്നെ ഇമാമ് സുജൂദിലാണെങ്കിൽ രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകണം. ഇതാണ് അതിലുള്ള സുന്നത്ത്. ചിലർ ഓടി വന്നിട്ട് എന്ത് ചെയ്യും, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഒറ്റ തക്ബീറിൽ പോവും. അങ്ങനെ മതിയാവും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ സുന്നത്ത് പൂർണ്ണമായിട്ട് ഇങ്ങനെയാണുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ വൈകി വന്ന് ഇമാം റുക്കൂയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകെട്ടിയിട്ട് പിന്നെ ദുആഉൽ ഇഫ്തിതാഹോ, അത് പ്രാരംഭ പ്രാർത്ഥന സുന്നത്തില്ല. അതേപോലെ തന്നെ അവിടെ ഫാത്തിഹ ഓതാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഫാത്തിഹ അല്ലാതെ തന്നെ അവർക്ക് ആ റക്അത്ത് കിട്ടും എന്നാണ്. എന്നാൽ റുക്കൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ഇമാമിന്റെ കൂടെ ആ റുക്കൂയില് ഇമാം തല ഉയർത്തുന്നതിന്റെ മുമ്പ് നമ്മൾ റുക്കൂയിൽ എത്തണം. എന്നാൽ നമുക്ക് ആ റക്അത്ത് അത് മതി. ആ റുക്കൂയിൽ കിട്ടിയിട്ടില്ല, ഇമാം ഉയർന്നതിന് ശേഷമാണ് നമ്മൾ കൂടിയതെങ്കിൽ ആ റക്അത്ത് നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ഇദാ ജഅ്തും ഇലസ്സലാ, നിങ്ങൾ നിസ്കരിക്കാൻ വന്നാൽ വനഹ്നു സുജൂദുൻ ഫസ്ജുദു, ഞങ്ങൾ സുജൂദിലാണെങ്കിൽ നിങ്ങളും സുജൂദ് ചെയ്യുക. വലാ തഅദ്ദൂഹാ ശൈഅൻ, അതിനെ നിങ്ങളൊരു നിസ്കാരത്തിലെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടിയതായി പരിഗണിക്കണ്ട എന്ന് പറഞ്ഞു. വമൻ അദ്റക റക്അ, ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് കിട്ടിയാൽ ഫഖദ് അദ്റക സ്വലാ, അവന് ജമാഅത്ത് നമസ്കാരത്തിന്റെ കൂലി കിട്ടുന്നതാണ്. പിന്നെ സഫിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സുജൂദ് റുക്കൂ ചെയ്യൽ. നമ്മൾ ഇമാം റുക്കൂയിലാണ്, ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ പള്ളിന്റെ അവിടെ എത്തിയിട്ടേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പകുതി എത്തി, സഫക്ക് എത്തിയിട്ടില്ല. അപ്പൊ റുക്കൂ ചെയ്യുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കമുണ്ട്. അതിലെ ഹദീസ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയണ, അന്നഹു ഇൻതഹ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹു റാക്കിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിലായിരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കർ സിദ്ദീഖ് അല്ല, അബൂബക്കറാണ്. ഫറക ഖബ്ല അൻ യസ്ല ഇല സഫ്, അദ്ദേഹം പിന്നെ സഫിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ റുക്കൂ ചെയ്തു. ഫദക്കറ ദാലിക നബി, അങ്ങനെ ആ വിവരം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി പറഞ്ഞു, സാദഖല്ലാഹു ഹിർസൻ, അള്ളാഹു നിങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിച്ചു തരട്ടെ, നന്മയിലേക്കുള്ള താല്പര്യം അള്ളാഹു അധികരിപ്പിക്കട്ടെ. വലാ തഉദ്, പക്ഷെ നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ ലാ തഉദ്, നിങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞത് എന്ത് വിഷയത്തിലാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. ഒരു ഭാഗം പറഞ്ഞു, പിന്നെ ഇനി മേലിൽ എന്ത് ചെയ്യരുത്, ഇങ്ങനെ സ്കാരത്തെ സഫിലേക്ക് എത്തുന്നതിന് മുമ്പ് റുക്കൂ ചെയ്യരുത്. മറ്റൊരു വിഭാഗം പറഞ്ഞു, ഇങ്ങനെ ധൃതിയിൽ വരരുത്. അത് വേറെയും ഹദീസുകളുണ്ട്. വലാ തുസ്രിഉ നമ്മൾ പഠിച്ചു, പള്ളിയിലേക്ക് വരുമ്പോ ധൃതിയിൽ വരാൻ പാടില്ല, സാവധാനാണ് വരേണ്ടത്. അതാണ് പിന്നെയും ഏറ്റവും കൂടുതൽ ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഓടി വരാൻ പാടില്ല, റുക്കോയിൽ തന്നെ നിൽക്കാനായിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, ഇമാമ് റുക്കോയിലാണെങ്കിൽ ഒച്ചനക്കും. ചില നാടുകളിലൊക്കെ പോയാൽ വരുന്ന ആളെന്ത് ചെയ്യും, ഒന്ന് ഞാൻ വരുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിലർ സുബ്ഹാനല്ലാഹ് എന്ന് പറയും മിസ്രികളൊക്കെ. അപ്പൊ അത് പല സ്ഥലത്തും പല, ഇതൊന്നും സുന്നത്തില്ലാത്തതാണ്. നമ്മളവിടെ വന്ന് ഹദീസിൽ നമ്മൾ മുമ്പ് പറഞ്ഞാണ്, ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതക്കും ഫാത്തിമു, ഇമാമിന്റെ കൂടെ കിട്ടിയത് നിസ്കരിക്കുക, നഷ്ടപ്പെട്ടത് പിന്നീട് നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്യുക. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ചിട്ട് പറയാണ് ഒരിക്കൽ, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ വന്നാസ് റുക്കൂ, ജനങ്ങൾ റുക്കൂയിലായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും പള്ളിയിൽ വന്നാൽ ഫൽ യർക ഹീന യദ്ഖുൽ, പള്ളിയിൽ കയറിയ ഉടനെ അവൻ റുക്കൂ ചെയ്യട്ടെ. സഫക്ക് എത്തൊന്നും വേണ്ട, എവിടെയുള്ളത് അവിടെ റുക്കൂ ചെയ്യട്ടെ. സുമ്മ ലിയദുബ്ബ റാക്കിഅൻ ഹത്താ യദ്ഖുല സഫ്, എന്നിട്ട് ആ റുക്കൂയിലായിക്കൊണ്ട് തന്നെ മെല്ലെ ഇങ്ങനെ കണ്ട് കയറി നിന്നാൽ. പക്ഷെ ധൃതിയിൽ വരാൻ പാടില്ല, അത് നബി വിലക്കിയിട്ടുണ്ട്. വേഗത്തില് പള്ളിയിലേക്ക് അച്ചടക്കല്ല വരരുത്. എന്നിട്ട് പറഞ്ഞു അദ്ദേഹം, ഫൈന്ന ദാലിക സുന്ന, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന, ഇബ്നു ഖുസൈമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതാണ് സുന്നത്തുള്ളത്. അതേപോലെ സയ്യിദ് ഇബ്നു വഹബ് അദ്ദേഹം പറയുന്നുണ്ട്, ഖാല അബൂ സുലൈമാൻ സയ്യിദ് ഇബ്നു വഹബുൽ ജുഹനി,
ഖറജ്തു മഅ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മിൻ ദാരിഹി ഇലൽ മസ്ജിദ്. ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കൂടെ പള്ളിയിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഫലമ്മ തവസ്സത്നൽ മസ്ജിദ്, ഞങ്ങൾ പള്ളിന്റെ നടുവിലെത്തിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇമാം റുക്കൂക്ക് പോയി. ആ ഇമാം റുക്കൂ പോയ സന്ദർഭത്തിൽ അബ്ദുള്ള തക്ബീർ കെട്ടിയിട്ട് എന്ത് ചെയ്തു, റുക്കൂക്ക് പോയി. അപ്പൊ ഞാനും അതുപോലെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, സുമ്മ മശൈന റാക്കി, റുക്കൂയിൽ തന്നെ നടന്നുകൊണ്ട് ആ സഫിലേക്കാണ് ചെന്നു. അങ്ങനെ ആളുകളൊക്കെ സലാം വീട്ടി ഇരുന്ന സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഇതൊരു റക്കാത്ത് നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എഴുന്നേറ്റപ്പോ അബ്ദുല്ലാഹിബിന് പിന്നെ എന്നെ പിടിച്ച് അവിടെ ഇരുത്തി, അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ് എനിക്ക് റക്കാത്ത് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഇനി നിസ്കരിക്കേണ്ടതില്ല. ഇങ്ങനെയൊക്കെ ഹദീസുകൾ. അപ്പൊ ഇങ്ങനെ വേറെയും ഹദീസുകൾ പിന്നെ ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും. പിന്നെ വാതിൽ പടിയിൽ വെച്ചിട്ട് റുക്കോ ചെയ്തതായിട്ട് റിപ്പോർട്ടുണ്ട്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ജമാഅത്തേക്ക് വരും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല് ധൃതിയിൽ വരരുത്, നമ്മൾ സാവകാശം വന്നാൽ മതി. ഇനി സഫക്ക് എത്തുന്നതിന് മുമ്പ് റുക്കു ചെയ്താലും കിട്ടും, പക്ഷെ അവിടെ ഓടാനോ ധൃതിയോ പാടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് വെച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. കാരണം അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, സയ്യിദ് ബിൻ സാബിത്ത്, അബ്ദുല്ലാഹിബ്നു സുബൈർ ഇതുപോലുള്ള സഹാബികളൊക്കെ ഇങ്ങനെ ചെയ്തതായിട്ട് അദ്ദേഹം തെളിവ് നിരത്തുന്നുമുണ്ട്. അല്ലാഹു അലം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.